എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിന്ദൂരം മാങ്ങയാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മാങ്ങ എടുത്തത്. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ഈ അച്ചാർ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണങ്ങിയ തുണി വെച്ചിട്ട് നമ്മളിതൊന്ന് തുടച്ച് നന്നായിട്ട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാം. ഓക്കെ, മാങ്ങയൊക്കെ ഇപ്പോൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ല തുടച്ചിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ കൂടുതൽ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഇതൊക്കെ അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുളക് പൊടി, ഇതൊരു 3 സ്പൂണാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, അതേപോലെ തന്നെ കായം കുറച്ച് അത്യാവശ്യം ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ വന്നിട്ട് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതേപോലെ തന്നെ കടുകും 1 ടീസ്പൂൺ, 1-1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഒരു 3 തണ്ടാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണിപ്പോൾ നമ്മുടെ ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു സുർക്കയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഉലുവ ഇട്ടിക്കുകയാണ്. ഉലുവ കുറച്ചൊന്ന് ബ്രൗൺ ആവണ സമയത്ത് നമ്മൾ കോരി മാറ്റിയെടുത്ത് വയ്ക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, കൂടുതലായിട്ട് ഇതാവേണ്ട ആവശ്യമില്ല. ആയിക്കഴിഞ്ഞാൽ അതിപ്പോൾ കണ്ടില്ലേ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കടുകും എടുക്കാം. കടുകും ഇതേപോലെ തന്നെ വറുത്ത് എടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും കടുകിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ പകുതി കടുക് വറുത്തിട്ടും ഇടുന്നുണ്ട്, പൊടിച്ചിട്ടും അതേപോലെ തന്നെ എണ്ണയിൽ കടുക് വറവിടുന്നുണ്ട്. അപ്പോൾ ഇതപ്പോൾ ഇവിടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കടുകും ഇതേപോലെ തന്നെ മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ കുറച്ചധികം തന്നെ, ഇപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. ഇനി നമ്മളിതിലിടാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ച കായമാണ്. അതേപോലെ തന്നെ കായം ഒന്ന് പൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്കറിയാമല്ലോ എത്രത്തോളം വേണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ഒന്ന് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പാകത്തിനായിട്ട് നമ്മളത് വറുത്ത് മാറ്റി വെക്കേണ്ടതാണ്. കൂടുതൽ കരിയരുത് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട്. അപ്പം ഇത്ര മതി. അപ്പോൾ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറയുന്നത് കടുകാണ്. നമ്മൾ എടുത്തു വെച്ച ബാക്കി കടുകുകൾ ഇതിലേക്ക് ഇടുക. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം കറിവേപ്പില തണ്ടും കൂടി ഇട്ടുക.
അപ്പോൾ തന്നെ നമ്മൾ ഓഫാക്കി വെച്ചു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓഫാക്കി വെച്ചല്ലോ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പൊടിയും പിന്നെ കുറച്ച് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ ഇടാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടിയും യോജിപ്പിക്കുകയാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് ഇപ്പോൾ പൊടിച്ചു വെച്ച നേരത്തെ ഉലുവയും കടുകും അതുപോലെ തന്നെ കായം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി നമ്മളിതിലേക്ക് യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മിക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇതിൽ നോക്കിക്കഴിയുമ്പോൾ മുളക് പൊടി കുറവാണെന്നുണ്ടെങ്കിൽ തോന്നുവാണെങ്കിൽ ഓരോ ആൾക്കാരുടെ ടേസ്റ്റിന് പോലെ കേട്ടോ മുളക് പൊടി ഇനിയും വേണമെങ്കിൽ ചേർത്താം. ഇവിടെ ഞാൻ സാധാ മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. എനിക്കിപ്പോൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് മുളക് പൊടി കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇവിടെ മുളക് പൊടി ചേർത്തുന്നുണ്ട്. ഒരു 1.5 സ്പൂണും കൂടി എക്സ്ട്രാ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. ഇവിടെ ഞാൻ സാധാ മുളക് പൊടി തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, സ്പൂണോളം, വലിയൊരു സ്പൂണോളം തന്നെ നമ്മളിവിടെ നല്ലെണ്ണ യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സുർക്ക നമ്മൾ അതേപോലെ ഇപ്പോൾ ഇവിടെ സുർക്കയും ഇതേപോലെ തന്നെ ഒരു വലിയ സ്പൂണോളം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് നോക്കേണ്ടതൊക്കെ നോക്കാം കേട്ടോ. അതായത് ഉപ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണം, നിങ്ങളുടെ ടേസ്റ്റിന് പോലെ വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ കുറച്ചും കൂടി സുർക്ക ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു വലിയ ടേബിൾ സ്പൂണ് തന്നെ സുർക്ക 2 സ്പൂണോളം നമ്മളിതിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങ അച്ചാർ റെഡി. നാളേക്കായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്